ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ചിക്കൻ കൊണ്ട് വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 30 ml ഓയിലോ എണ്ണയോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സബോള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സബോള എടുത്ത അത്രയും തന്നെ ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കവും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാബേജും ക്യാരറ്റും ഒക്കെ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു പലഹാരത്തിന് കൂട്ട് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് ചേർത്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലില്ലാത്ത മാംസഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് മസാലപ്പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സബോളയും ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഒത്തിരി അങ്ങ് നല്ല പോലെ വെന്ത് കുഴഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല. ഈ ചിക്കനും അതിൻ്റെ കൂടെ തന്നെ മസാലപ്പൊടികളും ഇട്ട് കൊടുത്തിട്ട് ഒരുമിച്ചങ്ങ് വേവിച്ചെടുത്താൽ മതി. ഇതെല്ലാം നല്ലപോലെ ഒന്ന് കടിക്കാൻ കിട്ടണം, എങ്കിലാണ് ഈ ഒരു പലഹാരത്തിന് ടേസ്റ്റ് വരുന്നത്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 1 സ്പൂൺ അളവിൽ കുരുമുളക് ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ എരിവുള്ള 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ മുഴുവൻ പെരിഞ്ജീരകവും, പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുത്താൽ മതി, 1/4 സ്പൂൺ ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ ഒരു ചിക്കനിൽ നിന്ന് എന്തായാലും വെള്ളം വരും. ആ ഒരു വെള്ളത്തിൽ വെന്ത് വരട്ടെ. ഇപ്പോൾ ചിക്കൻ വെന്ത് വരാനുള്ള ടൈമായി. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ആ ചിക്കനിൽ നിന്നും ഊറി വന്നിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ വറ്റി നല്ല പോലെ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വെന്ത് കിട്ടിയാൽ മതി. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 5 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാത്ത നല്ല കട്ടിപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 15 ബ്രെഡാണ്. നിങ്ങൾക്ക് എത്രയാണോ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കേണ്ടത് അതിനനുസരിച്ചാണ് എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു 15 ബ്രെഡിൻ്റെ അളവിനാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ബാക്കിയുള്ളതും കറക്റ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ എല്ലാ ബ്രെഡും ഇതിൻ്റെ അരികു ഭാഗമൊന്നും കട്ട് ചെയ്യാതെ തന്നെ ഈ ഒരു മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാം പീസാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മുട്ടയുമായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേക്കിൻ്റെ മൗൾഡാണ്. ഇതിലേക്ക് കുറച്ച് എണ്ണയോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു മൗൾഡിൻ്റെ താഴത്തെ ഭാഗത്തിൽ മാത്രമല്ല അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്ത് ചുറ്റും ഒന്ന് അതിൻ്റെ ആ ഒരു സൈഡിൻ്റെ മുകൾ ഭാഗം വരെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് അത് നല്ലപോലെ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ അവിടെ ഒട്ടിപ്പിടിക്കാനായിട്ട് സാധ്യത ഉണ്ട്. അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിലും ഇളകി വരാനും എല്ലാ ഭാഗത്തും നന്നായിട്ട് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാനിതിൻ്റെ മുകൾ ഭാഗമൊക്കെ കറക്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു അലുമിനിയത്തിൻ്റെ പാത്രം അതിലേക്കൊരു റിങ് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു മൗൾഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. എത്ര സമയമാണോ ഇത് വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ച് വേവിച്ചെടുക്കുക. എനിക്കിപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടാനായിട്ട് 45 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇതാ ചിക്കൻ കൊണ്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും.
ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ നിന്നും ഒരു പീസ് എടുത്ത് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു പലഹാരമാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെ ഒരു പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.